ഇത് മൈസൂരിലുള്ള കാരഞ്ചി ലേക്ക് എന്നുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ കയറാൻ സമയത്ത് ഇവിടെ ഒരു കിയോസ്ക് വെച്ചിട്ടുണ്ട്. അവിടെ എത്ര അഡൽട്ട്സ് ഉണ്ട്, എത്ര കിഡ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നുള്ളത് എൻട്രി ചെയ്യുക. അപ്പോൾ അവരൊരു എമൗണ്ട് കാണിക്കും. ആ എമൗണ്ട് അവിടെ ക്യാഷ് കൗണ്ടറിൽ പേ ചെയ്തതിന് ശേഷം ടിക്കറ്റ് കാണിക്കുക. ടിക്കറ്റ് ചെയ്തിട്ട് അത് എൻട്രി ചെയ്യുക. പിന്നെ അകത്തോട്ട് കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കുറേ മരങ്ങളും ഒക്കെ കാണാം. വലിയ വലിയ മരങ്ങളും ചെടികളൊക്കെ ഉണ്ട്. നല്ല രസമാണ്, നല്ല കൂളിംഗ് ആണ് അകത്തോട്ട് നടന്നു പോകാനൊക്കെ ആയിട്ട്. പിന്നെ അകത്ത് കയറി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള കൊച്ചു റൈഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാം. അതുപോലെ മുതിർന്നവർക്ക് അവിടെ ഇരിക്കാൻ ബെഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കാം. പിന്നെ അവിടെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്, അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. ഫുഡ് ഐറ്റംസൊക്കെ എടുക്കുമ്പോൾ കുരങ്ങന്മാർ ചിലപ്പോൾ വരും, അത് സൂക്ഷിക്കുക. പിന്നെ അവിടെ തന്നെ കിളികളൊക്കെ ഒരു കേജിനകത്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു ഏരിയ ആണത്. അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് കിളികളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറേ കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലൊരു ബേർഡ്സ് ഏവിയറി കാണാം. അവിടെ മൈസൂർ സൂവിലും സെയിം സംഭവമുണ്ട്, അതുപോലെ ഇതിനകത്തുമുണ്ട്. ഇതിനകത്ത് കയറിയ ഉടനെ തന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ മയിലുകളുണ്ട്. കയറിയ ഉടനെ തന്നെ ഒരു മയിലിനെ കാണാം. ഒരുപാട് മയിലുകളുണ്ട്. സാധാ മയിലുകളുണ്ട്, അതുപോലെ വൈറ്റ് കളർ പീക്കോക്കും ഉണ്ട്. ഞാൻ ഇതിന് മുന്നേയൊക്കെ അവിടെ പോയപ്പം ഇവരുടെയൊക്കെ ഡാൻസ് കാണാൻ പറ്റിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഒരുപാട് മയിലുകളുണ്ടായിരുന്നു. ఫీమేల్ జూట్ వస్తుందో ഇതാണ് ആക്ച്വലി ആ കാരഞ്ചി ലേക്ക് എന്ന് പറയുന്നത്. ഇവിടെ ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അവിടുത്തെ റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. അവിടെ പോയി അന്വേഷിക്കുക, പിന്നെ ബോട്ട് റൈഡ് ചെയ്യാം. പിന്നെ ഇവിടെ നിന്ന് ഒരുപാട് കുറച്ചുകൂടെ ഒരു ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട്. അവിടേക്ക് ഞാൻ പോയില്ല, കാരണം അവർക്ക് ക്ലോസ് ചെയ്യാനുള്ള സമയമായി. ഒരു 6:15 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അവിടെയുള്ള ആളുകളോടെല്ലാം തിരിച്ച് പോകാൻ പറയും. അപ്പം അതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. പക്ഷേ ഇതിന് മുമ്പ് ഞാൻ അവിടെ പോയിട്ടുണ്ട്, ബട്ടർഫ്ലൈ പാർക്കിലേക്ക്. പ്രത്യേകിച്ച് ബട്ടർഫ്ലൈക്ക് ആ ഒരു സീസൺ സമയത്ത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ് ഒരു പീഹെന്നും അതിനോട് കുറേ കുട്ടികളും അങ്ങ് നടന്നു പോകുന്നത്. അത് കുറച്ച് ഫ്രീ റേഞ്ചിൽ കറങ്ങി നടക്കുന്നതാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അവിടെയുള്ള ബേർഡ്സിൻ്റെ സെക്ഷൻ. അവിടെ ഒരുപാട് ലവ് ബേർഡ്സും ഒരുപാട് വെറൈറ്റി കിളികളൊക്കെ ഉണ്ടായിരുന്നു.